കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു. ഇന്നിപ്പോൾ ഗുരുവായൂരപ്പന് ശുദ്ധിയായിരുന്നു. ഇന്നലെ രാത്രിയും ശുദ്ധിയായിരുന്നു. ഇന്നലെ ഏകദേശം ശീവേലി കഴിഞ്ഞ സമയം മുതൽ അത്താഴപൂജ വരെ ശുദ്ധിയുടെ ചടങ്ങുകൾ നടന്ന കാരണം പുറത്തു കൂടെയാണ് തൊഴാൻ പറ്റിയിരുന്നത്, ഉള്ളിലേക്ക് പ്രവേശനമില്ലാതെ. ഇന്ന് പിന്നെ രാവിലെ ഏകദേശം ഒരു 6 മണി കഴിഞ്ഞ സമയം മുതൽ ശുദ്ധി തന്നെയായിരുന്നു. ശുദ്ധി ചടങ്ങ് ശീവേലി കഴിഞ്ഞ സമയത്ത് നേരത്തെ ആയിരുന്നു. ശീവേലിയൊക്കെ നേരത്തെ, ഉഷപൂജയൊക്കെ നേരത്തെ 6 മണിയാകുമ്പോഴേക്ക് തന്നെ ഉഷപൂജയൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് വേഗം ശീവേലിയായി. അത് കഴിഞ്ഞ ഉടനെ തന്നെ അകത്തായിരുന്നു ശുദ്ധി ചടങ്ങുകൾ നടന്നിരുന്നത്. അപ്പോൾ അകത്തേക്ക് വിട്ടിരുന്നു ആളുകളെ, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നിർത്തിയിട്ടായിരുന്നു വിട്ടിരുന്നത്. എന്നാലും വളരെ മനോഹരമായ കാര്യങ്ങളായിരുന്നു. കാരണം മാസത്തിലൊരിക്കൽ ഗുരുവായൂരപ്പന് ശുദ്ധി ചടങ്ങുകൾ നടക്കും. ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നു ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ശുദ്ധി ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് പന്തീരടി പൂജ 8:30 തുടങ്ങി. 9:15 ആയപ്പോഴേക്ക് പന്തീരടി പൂജ കഴിഞ്ഞു. അതിന് മുൻപ് പന്തീരടിയോടനുബന്ധിച്ച് പാലഭിഷേകമൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് തേജസ്സായ ആ ഒരു മുഹൂർത്തത്തിലാണ് ഉച്ചപൂജയും കൂടി ആയത്. ഇന്നലെ ഉച്ചപൂജ നേരത്തെ ആയിരുന്നു, നമ്മൾ പറഞ്ഞിരുന്നു. ഇന്നലെ ഭഗവതിക്ക് താലപ്പൊലിയായിരുന്നു. വളരെ മനോഹരമായിട്ട് ധാരാളം പറകളും, നെൽപ്പറകൾ, മലര്, അവില്, അതുപോലെ ശർക്കര, കുങ്കുമം, മഞ്ഞൾ, അങ്ങനെ എല്ലാം കൂടി 5 പറകളിൽ വെച്ചിട്ടുള്ള ധാരാളം പറകൾ വെച്ചിരുന്നു. ദേവസ്വം താലപ്പൊലിയായിരുന്നു. 3 ആനകളുടെ എഴുന്നള്ളത്തും ഗംഭീരമായ. ഏകദേശം 3 മണി, 2 മണിയോടെ, 1:30 തുടങ്ങിയിട്ട് 3 മണി, 4 മണി, 5 മണി, 6 മണിയൊക്കെ ആയിട്ടാണ് പറയെടുപ്പൊക്കെ പൂർത്തീകരിച്ചത്. ഭഗവതി നടയിൽ, കിഴക്കേ നടയിലൂടെ വന്ന് നേരെ കൂവളത്തിൻ്റെ അതിൽ വന്ന് പടിഞ്ഞാറ നടയിലൂടെ, അതും കഴിഞ്ഞ് അന്നലക്ഷ്മി ഹാളിൻ്റെ അതിൽ, അങ്ങനെ ഭഗവതി നടയിൽ വന്നിട്ടാണ് പറയെടുപ്പ് അവസാനിച്ചത്. വളരെ മനോഹരമായ ദിവസമായിരുന്നു ഇന്നലെ. അതേപോലെ തന്നെ ഇന്നും ഇപ്പോൾ ഭഗവാൻ ശുദ്ധിയുമൊക്കെ കഴിഞ്ഞ് ഭഗവാൻ വളരെ സന്തോഷവാനായിരിക്കുന്ന സമയമാണ്. അപ്പോൾ കളഭാലങ്കാരം തൊഴാൻ വേണ്ടിയിട്ട് നമുക്ക് പോവാം. ആദ്യം തന്നെ ആ കിഴക്കേ നടയിലെ ഗണപതി ക്ഷേത്രത്തിൽ പോയിട്ടൊന്ന് ദർശനം നടത്തി സർവ്വവിഘ്നങ്ങളും അകറ്റിയിട്ട് നമുക്ക് നേരെ ആ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരാം. അങ്ങനെ വരുന്ന സമയത്ത് ഗോപുരത്തിൻ്റെ വാതിൽ കഴിഞ്ഞ് വാതിൽപ്പടിയുടെ അവിടെ എത്തുമ്പോൾ നമ്മളെ എല്ലാവരും അറിയാതെ തന്നെ ആ ശ്രീലകത്തേക്കുള്ള നോട്ടം, അതാണ് ഏറ്റവും ഗുരുവായൂരപ്പൻ, നമ്മുടെ ഗുരുവായൂരപ്പൻ എവിടെ, ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം എവിടെ, അതൊന്ന് നേരെ കാണണമല്ലോ എന്നൊക്കെയുള്ള ചിന്തയിലാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ അവിടെ എത്തുമ്പോൾ ആ മേൽപ്പത്തൂരിനെ ഒന്ന് സ്മരിച്ചു. ഇടത്തെ വശത്തേക്ക് നോക്കിയിട്ട്, വലതേ വശത്തേക്ക് നോക്കിയിട്ട് നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത തൂണൊന്ന് നോക്കി തൊഴുതു. അങ്ങനെ നമ്മൾ നോക്കി നടക്കുമ്പോൾ കാൽത്തടകളൊക്കെ കാണുന്നു. അങ്ങനെ കാലിങ്ങനെ പിണച്ചു വെച്ചിട്ടുണ്ട്. കാല് പിണച്ചു വെച്ച് പട്ടൊക്കെ ഉടുത്ത് നേരെ നോക്കി ഇങ്ങനെ വരുമ്പോൾ കയ്യിൽ അതാ ഓടക്കുഴൽ, പൊന്നോടക്കുഴൽ പിടിച്ചിട്ട്, പൊന്നോടക്കുഴൽ വിളിച്ച് നിൽക്കുന്ന വേണുഗോപാല സ്വരൂപനാണ്, മുരളീധര സ്വരൂപത്തിലാണ് ഇന്ന് ഗുരുവായൂരപ്പൻ്റെ ആ ചതുർബാഹുവായ വിഗ്രഹത്തിൽ കളഭം കൊണ്ടുള്ള അലങ്കാരം. ഇന്നലെ കാലിൻ്റെ തള്ളവിരൽ നുണയുന്ന പൊന്നുണ്ണിക്കണ്ണനായിരുന്നു. ഇന്ന് ഓടക്കുഴൽ വിളിച്ച് നിൽക്കുന്ന നാദസ്വരൂപനായിട്ടുള്ള ആളാണ്. വളരെ മനോഹരമായിട്ട് കളഭം കൊണ്ടുള്ള അലങ്കാരമായിട്ടുണ്ട്. തന്ത്രി ഒക്കെ ആയിരുന്നു രാവിലത്തെ ശുദ്ധി ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയിരുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ആ ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തിൻ്റെ മുൻപിലാണ്, സോപാനപ്പടിയിലാണ് എന്നെ ശ്രവിക്കുന്ന എല്ലാവരും. അപ്പോൾ നേരെ മനസ്സ് നിറച്ച് കണ്ടോളൂ ആ ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തുള്ള ആ മുരളീധര രൂപത്തെ. എല്ലാവരും മനസ്സിലേക്ക് ഇങ്ങോട്ട് ആവാഹിക്കുക. എന്നിട്ടങ്ങനെ
മനസ്സിൽ പ്രാർത്ഥിച്ച് തൊഴുതോടും. അങ്ങനെ നോക്കുമ്പോൾ തിരുമുടി മാലകൾ കിട്ടിയിട്ടുണ്ട്. 2 തിരുമുടി മാലകളാണ്. അതുപോലെ ഉണ്ടമാലകൾ 2 ഉണ്ട്. തെച്ചിയും തുളസിയായിട്ടുള്ളതൊന്നും, വെളുത്ത പൂവും തെച്ചിയും കൂടി ഉള്ളതും, അങ്ങനെ 2 തുളസിമാലകളും ഉണ്ടമാലകളും. അതേമാതിരി ഗോപി തിലകം വെച്ചിട്ടുണ്ട്. കൈവളകളുണ്ട്, കാൽവളകൾ ചാർത്തിയിട്ടുണ്ട്, തോൾവളകളുണ്ട്. കഴുത്തിലൊരു മാങ്ങാമാല ഉണ്ട്, ഒരു പതക്കം പോലത്തെ ഒരു മാലയുണ്ട്. അങ്ങനെ 2 മാലകളുണ്ട്. നെറ്റിയിൽ വെച്ചിട്ടുള്ള ആ ഗോപി തിലകത്തിൻ്റെ തിളക്കം, സ്വർണ്ണ ഓടക്കുഴലിൻ്റെ തിളക്കമൊക്കെ ആ നെയ്വിളക്കിൻ്റെ പ്രഭയിൽ ഇങ്ങനെ മിന്നിത്തിളങ്ങുകയാണ്. അപ്പോൾ എല്ലാവരും കണ്ട് തൊഴുതോളൂ കേട്ടോ. അങ്ങനെ വരുമ്പോൾ നേരെ താഴത്തേക്ക് ഇങ്ങനെ നോക്കിയാൽ ദശാവതാര വിഗ്രഹങ്ങളിൽ 5 വിഗ്രഹങ്ങൾ ഇങ്ങനെ ആ സ്വർണ്ണത്തിൻ്റെ അതിൽ കാണാം. അത് അവിടുന്ന് വരുമ്പോൾ കാണാം. നേരെ ഏകാന്തം വഴി വരുമ്പോഴാണ് അത് കാണാൻ പറ്റുള്ളൂ. അപ്പുറത്തെ സൈഡ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അത് കഴിഞ്ഞ് നേരെ തിടപ്പള്ളിയിലേക്ക് നോക്കിയിട്ട് ഒന്ന് പ്രാർത്ഥിക്കുക. വളരെ പ്രാധാന്യം അർഹിക്കുന്ന സ്ഥലമാണല്ലോ ഭഗവാന് നേദ്യം ഉണ്ടാക്കുന്നതും ഉഷപൂജ നേരത്തെ ഗണപതി ഹോമം നടത്തുന്നതൊക്കെ. അപ്പോൾ അവിടെ കണ്ട് തൊഴുക. അതിനുശേഷം അഗ്നി തൂവുന്ന അഗ്നികോണിലേക്കൊന്ന് നോക്കുക. അതേപോലെ സപ്തമാതാക്കളെ കണ്ട് തൊഴുക. പിന്നീട് വീണ്ടും ആ ഗണപതിയുടെ അടുത്ത് വന്ന് ഗണപതിനെ കണ്ട് തൊഴുക. ധാരാളം പുഷ്പങ്ങൾ കൊണ്ട് അർച്ചന നടത്തിയിട്ടുണ്ടെന്ന്, ഒരുപാട് അർച്ചനകൾ ഉണ്ടായെന്ന് തോന്നുന്നു. അപ്പോൾ ഗണപതിനെ കണ്ട് തൊഴുക. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. പിന്നെ തിരിഞ്ഞ സരസ്വതി ദേവീനെ കണ്ടു തൊഴാം. ഒരു വെളുത്ത മാലയും തുളസിമാലയും ഉണ്ട് ചാർത്തിയിട്ട് സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ അവിടുന്ന് ഇങ്ങനെ തൊഴുത് വരുമ്പോൾ ആ ചെറിയ ഗണപതിനെ കാണാം. അത് കണ്ട അതിനുശേഷം ദശാവതാര വിഗ്രഹങ്ങളായ മത്സ്യം, കൂർമ്മ, വരാഹം, നരസിംഹം വരെ മേൽശാന്തിരിക്കുന്ന വലത് വശത്തും, അതിനുശേഷം ഇടതുവശത്ത് അടുത്ത വാമന രൂപവും, അതുപോലെ ഗജേന്ദ്രമോക്ഷവും, അതുപോലെ വിഷ്ണു ഗരുഡൻ്റെ പുറത്ത് കയറി വരുന്ന അതും ഒക്കെ അങ്ങനെ കാണാം. ഓരോ തൂണിലും ഓരോ അവതാരങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്. ഓരോന്നോരോന്നായി പറയുമ്പോൾ ഒരുപാട് സമയം പിടിക്കുന്ന കാരണമാണ് ഞാൻ അത് പറയാത്തത്. വളരെ പ്രാധാന്യമർഹിക്കുന്ന ഭാവങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതിനുശേഷം നമ്മൾ നേരെ അനന്തപത്മനാഭസ്വാമീനെ ഒന്ന് കണ്ടു തൊഴുകയാണ്. അവിടെ നിറയെ മാലകൾ ഇങ്ങനെ അലങ്കരിച്ചിട്ടുണ്ട്. ലക്ഷ്മി വിളക്കിൽ നിറയെ നെയ്യൊഴിച്ച് നല്ല പ്രഭയോടെ കത്തിത്തീരുന്നു. അവിടെ തൊഴുത് നേരെ ശ്രീകോവിലിൻ്റെ പുറകുവശത്തായിട്ട് സാഷ്ടാംഗം നമസ്കരിക്കുക. അപ്പോൾ അവിടെ ആകുമ്പോൾ പെട്ടെന്നാരും എണീക്കാനോ മാറാനോ പറയില്ല. അപ്പോൾ മേലെ നിന്ന് നല്ല AC-യുടെ തണുത്ത കാറ്റും കിട്ടും. സുഖമായിട്ട് എന്താ പറയുക, നമുക്ക് സാഷ്ടാംഗം നമസ്കരിക്കാനൊക്കെ പറ്റും. ആരും വരുന്ന വഴിയിൽ നമസ്കരിക്കാനൊന്നും നിൽക്കരുത്. കാരണം എന്താ വെച്ചാൽ അവിടുന്ന് ആളുകൾ ചവിട്ടി വീഴും. അപ്പോൾ നമ്മളെ കാര്യം മാത്രമേ നോക്കുള്ളൂ. പക്ഷേ കാരണം എല്ലാവർക്കും ആഗ്രഹം ഭഗവാന്റെ മുമ്പിൽ നമസ്കരിക്കണം എന്നാണ്. പക്ഷേ അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, എല്ലാവരും പടിഞ്ഞാറ് വശത്ത് ഇങ്ങനെ വന്നിട്ട് പുറകു വശത്ത് സമാധാനമായിട്ട് നമസ്കരിക്കാം. യാതൊരു കുഴപ്പമില്ല. കാരണം നമുക്കൊക്കെ ആവശ്യം ഒരു സമാധാന അന്തരീക്ഷത്തിൽ ഭഗവാനെ ദർശിക്കണം എന്നാണ്. അപ്പോൾ അതിനൊക്കെ പറ്റുന്ന സ്ഥലം അവിടെയാണ്. അപ്പോൾ എല്ലാവരും അവിടെ വന്ന് നമസ്കരിച്ച് ഇനി നമുക്ക് അടുത്ത ശ്രീരാമചന്ദ്രസ്വാമി, അതുപോലെ ബലരാമസ്വാമി, പരശുരാമനും ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ വന്ന് കൃഷ്ണൻ്റെ അടുത്ത് വരാം. കൃഷ്ണൻ്റെ അവിടുത്തെ നല്ല തുളസിമാല ചാർത്തിയിട്ടുണ്ടാരോ. അത് കഴിഞ്ഞാൽ നേരെ മുരുകനെ കണ്ടു തൊഴാം. തൈപ്പൂയ അടുത്തു. അപ്പോൾ മുരുകനെയൊക്കെ കണ്ട് തൊഴുത് ഹനുമാൻ സ്വാമീനെയൊക്കെ കണ്ട് തൊഴാം. ഹനുമാൻ സ്വാമീനെ കണ്ട് തൊഴുത് അവിടെ നിന്ന് വെറ്റില മാലയൊക്കെ ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ കണ്ട് തൊഴുക. നേരെ അങ്ങനെ വന്ന് രാധാകൃഷ്ണ വിഗ്രഹമൊക്കെ കാണാം. അത് കഴിഞ്ഞ് ഓവിന്നിങ്ങോട്ട് ഓവിൻ്റെ അവിടെ വന്നിട്ടൊന്ന് പ്രാർത്ഥിക്കുക. നേരെ ഗ്രില്ലിനപ്പുറത്ത് കടന്ന് നമ്മുടെ താമരക്കണ്ണനെ
കൽപ്പകവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴുത് മണിക്കിണർ നോക്കി തൊഴുത് നേരെ ആ ചെറിയ നൃത്താറയിലേക്ക് നോക്കിയാൽ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ അവിടെ നൃത്തം ചെയ്യുന്നതായിട്ട് മനസ്സിൽ സങ്കല്പിച്ചാൽ അവിടെ നൃത്തം ചെയ്യുന്ന രൂപം നമ്മുടെ മനസ്സിൽ തെളിയും. അങ്ങനെ കണ്ട് വടക്കേ നടയിലേക്ക് ഇങ്ങനെ എത്തുമ്പോൾ കുറൂരമ്മേനെയും വസുദേവരെയൊക്കെ കണ്ട് വടക്കേ നടയിലൂടെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ ഇറങ്ങി വന്ന് ആ പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് പ്രസാദമൊക്കെ വാങ്ങി ചന്ദനം തീർത്ഥമൊക്കെ വാങ്ങി ഇനി എടത്തരികത്ത് കാവിലെ അമ്മയെ കാണാൻ വരിക. എടത്തരികത്ത് കാവിലെ അമ്മയുടെ അടുത്ത് ഇപ്പം എന്താ വെച്ചാൽ ഇന്നലെ താലപ്പൊലിയൊക്കെ കഴിഞ്ഞതിൻ്റെ ആ ഒരു ഇതിലാണ്. എന്നാലും പ്രസന്നവതിയായിട്ടാണ് ഇരിക്കുന്നത്. കാരണം കൊല്ലത്തിൽ 2 താലപ്പൊലി കിട്ടുന്ന അമ്മയാണ്. ഗുരുവായൂരപ്പനോളം തന്നെ പ്രസക്തിയുള്ള അമ്മയാണ്. അപ്പോൾ അമ്മയും കണ്ട് തൊഴുത് നമുക്കവിടെ മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ ഭഗവതിയെ കണ്ട് തൊഴുത് നേരെ കുറച്ചും കൂടി ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ ആ മമ്മിയൂരപ്പനെ കണ്ട് പ്രാർത്ഥിക്കാം. മമ്മിയൂരപ്പനോട് പ്രാർത്ഥിക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. അവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ മമ്മിയൂരെത്തും. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തൊഴുത് കൊടിമരത്തിൻ്റെ അവിടെ വരികയാണ്. കൊടിമരത്തിൻ്റെ അവിടെ എത്തിയിട്ട് വീണ്ടും ശ്രീലകത്തേക്ക് നോക്കുകയാണ്. അപ്പോൾ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ മുരളീധര സ്വരൂപത്തിലിങ്ങനെ നമ്മളെ അനുഗ്രഹിക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ കണ്ട് തൊഴുക. അങ്ങനെ കണ്ട് തൊഴുത് നേരെ കുത്തമ്പലത്തിൻ്റെ അവിടെ വരിക. അവിടെ വന്ന് കുത്തമ്പലത്തിലേക്ക് നോക്കിയിട്ട് തൊഴാം. പിന്നീട് അയ്യപ്പസ്വാമീനെ കണ്ട് തൊഴാം. അയ്യപ്പസ്വാമിയുടെ അടുത്ത് വന്നിട്ട് തൊഴുക. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേസ്തുഭ്യം നമോ നമ. അങ്ങനെ അയ്യപ്പസ്വാമിയുടെ അടുത്ത് ഇന്നിപ്പോൾ എന്താ വെച്ചാൽ ടോക്കനൊന്നും ഇല്ലാത്തതുകൊണ്ടേ അവിടെ തിരക്കൊന്നുമില്ല. ഇന്നും നാളെയും ടോക്കൺ ഇല്ലല്ലോ. 1000 രൂപയുടെ അപ്പുറത്ത് കൂടെയാണ് പഴയ സീനിയർ സിറ്റീസിൻ്റെ അതിലൂടെയാണ് വിടുന്നത്. തിരക്ക് കൂടുമ്പോൾ അങ്ങനെ നാളെ ഇല്ല ടോക്കൺ. 6 മണിക്ക് ശേഷം ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് പിന്നെ രാവിലെ നേരത്തെ ടോക്കൺ നിർത്തിയിടണം. 5:15 നിർത്തിയിടണം. കാരണം ശ്രീ ശിവേലി നേരത്തെ ആവാൻ കാരണം എല്ലാ ടോക്കനും ശുദ്ധിയും ഒക്കെ ഉണ്ടായ കാരണേ 25 കുടം നേദ്യം ഇതൊക്കെ ആകുമ്പോൾ എല്ലാം കൂടി അഭിഷേകമൊക്കെ അല്ലേ. എല്ലാം കൂടി ഗുരുവായൂരപ്പന് ശക്തി കൂടുന്ന മന്ത്രധ്വനികളുമായിട്ടാണ് ശ്രീലകം നിറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ കണ്ട് തൊഴുതു എല്ലാവരും നമ്മൾ ഇനി പടിഞ്ഞാറ നടയിലേക്ക് വരികയാണ്. ദീപസ്തംഭത്തിൻ്റെ അവിടെ എത്തി ദീപസ്തംഭത്തിലെ വേണുഗോപാല സ്വരൂപത്തെയും കാണാം. അതുപോലെ കൊടിമരത്തിലെ വേണുഗോപാല സ്വരൂപത്തെയും. ഇന്നിപ്പോൾ 3 സ്ഥലത്തും മുരളീധര സ്വരൂപത്തിലാണ് ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് നിൽക്കുന്നത്. അത് വളരെ മനോഹരമാണ്. വളരെ കേമായ ആ ഒരു അവതാരമാണ്. അപ്പോൾ എല്ലാവരും ഇന്നിൻ്റെ കൂടെ എന്നെ ശ്രവിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്ത് വന്ന് നടക്കുന്ന പോലെ അത് മറ്റ് സ്ഥലങ്ങളിലൊക്കെ തൊഴുന്ന പോലെ മനസ്സിലേക്ക് തോന്നിക്കുക. അപ്പോൾ ആ ഭാഗത്തൊക്കെ നമ്മൾ എത്തി എന്നുള്ള ആ ഒരു ചിന്ത മനസ്സിലുണ്ടാവും. അവിടെ ചെന്നാലും എന്താ പറയുക, നമ്മൾ ആ വിഗ്രഹത്തിലേക്ക് നോക്കിയ ഒരു നോട്ടം കഴിഞ്ഞാൽ നമ്മൾ കണ്ണടച്ച് പ്രാർത്ഥിക്കുന്ന പോലെ നമ്മുടെ മനസ്സിലും കണ്ണടച്ച് പ്രാർത്ഥിച്ചാൽ നമ്മളിലേക്ക് എത്തും ആ ഗുരുവായൂരപ്പ ചൈതന്യം. കേൾക്കുന്നത് മനസ്സിരുത്തി കേൾക്കുക, പ്രാർത്ഥിച്ച് കേൾക്കുക. അങ്ങനെ കേൾക്കുമ്പോൾ ആ ഗുരുവായൂരപ്പൻ നമ്മളെ ഉള്ളിലേക്ക് എത്തും. വെറുതെ കേൾക്കുന്നതിന് പകരം ഒന്ന് മനസ്സിരുത്തി ശ്രദ്ധിച്ച് നമ്മൾ ഗുരുവായൂരാണ് എന്ന് ഉള്ള മനസ്സിലേക്ക് ഇങ്ങോട്ട് വന്നാൽ നമ്മൾ ആ ഗുരുവായൂരാണ്. ഞാൻ പറഞ്ഞിരുന്നു മുൻപ് തന്നെ, നമ്മളെ ശരീരം എത്തിയില്ലെങ്കിലും മനസ്സ് എത്തുന്ന ആ സ്ഥലത്താണ് നമ്മളെത്തുന്നത്. മനസ്സിലെത്തിയാൽ മനസ്സിൽ ആ വിഗ്രഹം തെളിയുമ്പോൾ അതാണ് നമ്മൾ ഗുരുവായൂരപ്പ ദർശനം. അത് ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഇനിയിപ്പോൾ അടുത്ത ഫെബ്രുവരി 5-നും ജനുവരി 5-നും ഫെബ്രുവരി 7-നും ഒക്കെയാണ് ഭഗവതിയുടെ താലപ്പൊലി വരിക.
ഇനിയിപ്പോൾ അടുത്ത ഉത്സവം വരുന്നത് നമുക്ക് മാർച്ച് 10-നാണ്. ഇനി അതിൻ്റെ തിരക്ക്, അതിൻ്റെ ചിട്ടവട്ടങ്ങളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പ്രാദേശികമായിട്ടുള്ള ആളുകളെയൊക്കെ വിളിച്ച് കമ്മിറ്റികളും ഒക്കെ ഉണ്ടാക്കി കാര്യങ്ങളൊക്കെ നടത്തണം. അപ്പോൾ എല്ലാവർക്കും സർവ്വൈശ്വര്യങ്ങളും ലഭിക്കട്ടെ.